ഹായ് കൂട്ടുകാരെ, കെട്ടിയോൻ്റെ സ്വപ്നമായ സിനിമ നിർമ്മിക്കാൻ അവൾക്ക് പ്രൊഡ്യൂസർ പറയുന്നതെല്ലാം അനുസരിച്ച് നിന്ന് കൊടുക്കേണ്ടി വന്നു. അയാളുടെ പഴം കഴിക്കേണ്ടി വന്നു. ഇത് ശരത്ത്, ഗൗരി ഭാര്യയും ഭർത്താവുമാണ്. ശരത്തിൻ്റെ എക്കാലത്തെയും ഒരു ആഗ്രഹമാണ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഒരു പ്രൊഡ്യൂസറെ ഒപ്പിക്കാൻ പോയതാണ്. എന്തായി കാര്യങ്ങൾ? പ്രൊഡ്യൂസർ വല്ലതും ആയോ? ഒരാളെ കണ്ട് സംസാരിച്ചു, അഡ്വാൻസ് ഒക്കെ തന്നു, കഥയൊക്കെ ഇഷ്ടമായി. ശരത്, എനിക്ക് നല്ല സന്തോഷമായി. ആളിനെ എന്തായാലും നമുക്കൊന്ന് വീട്ടിലേക്ക് വിളിച്ചാൽ ഒരു ട്രീറ്റൊക്കെ കൊടുക്കാം. ശരത് അങ്ങനെ ഫോൺ വിളിക്കുകയാണ്. സാർ, എൻ്റെ വീട് വരെ ഒന്ന് വരുമോ? എൻ്റെ വൈഫിനൊന്ന് കാണണം, ഒന്ന് ട്രീറ്റ് ചെയ്യണമെന്നുണ്ട്. ശരത്, സാർ എന്ത് പറഞ്ഞു? നാളെ വരുമോ? നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കെന്തായാലും നല്ലപോലെ ഒന്ന് സൽക്കരിക്കണം. പിറ്റേ ദിവസം ആയിട്ടാ നമ്മുടെ പ്രൊഡ്യൂസർ വന്നു. വരൂ സാർ, ഞാൻ സാറിനെ കാത്തിരിക്കുകയായിരുന്നു. സാർ, ഇതാണ് എൻ്റെ വൈഫ് ഗൗരി. ഞാൻ സാറിനെ പറ്റി പറഞ്ഞപ്പോൾ തൊട്ട് സാറിനെ ഒന്ന് കാണണം, ട്രീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. ഗൗരി, പോയി സാറിന് ചായ എടുത്തിട്ട് വാ. പിന്നെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൗരി ചായയൊക്കെ ആയിട്ട് വന്നു. സാർ, ഞങ്ങളുടെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് സാറ് കാരണം നടക്കാൻ പോകുന്നത്. സാറ് എന്ത് ചോദിച്ചാലും ഞാൻ തരും. സാർ എണീറ്റിട്ട് പറയും, വാഷ്റൂം എവിടെയാ, ഒന്ന് കാണിച്ചു തരുമെന്ന്. അപ്പോൾ ഗൗരി സാറിനെ കൊണ്ട് വാഷ്റൂമിൽ പോകും. ഗൗരി, ഞാനിവിടെ വന്നത് സിനിമ ചെയ്യുന്നില്ലെന്ന് പറയാനാ. പക്ഷെ നിന്നെ കണ്ടപ്പോൾ നിൻ്റെ പൂവിൻ്റെ ഗന്ധം അറിയണമെന്ന് തോന്നി. അതാ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയാതിരുന്നത്. എൻ്റെ പൂവിനി എന്നും സാറിന് സ്വന്തമായിരിക്കും. ഇപ്പോൾ പോയി വാഷ് ചെയ്തിട്ട് വാ. ഗൗരി, നമുക്ക് സാറിനെ നല്ലപോലെ സന്തോഷിപ്പിക്കണം. സാറിന് ഒരു കുറവും തോന്നരുത്. പിന്നെ സാറും ഇവനും കൂടെ സംസാരിക്കുകയാണ്, സിനിമയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ ലൊക്കേഷൻ കാണാൻ പോകണം, അതാണ് ഇതാണെന്നൊക്കെ പറയുകയാണ്. സാറേ, എന്നപ്പാ നമുക്ക് ഫുഡ് വെച്ചിട്ട് സംസാരിക്കാം. സാർ ഇവിടെ ഇരിക്കൂ. ഗൗരി, സാറിന് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് വെച്ചാൽ കൊടുക്ക്, ഞാനിപ്പോൾ വരാം. സാറിന് പൂവിലെ തേൻ വേണോ, പാലുള്ള പൂവ് വേണോ? ഇതെല്ലാം എനിക്ക് വേണം. പൂവിലെ ഗന്ധം ആസ്വദിച്ച് തേൻ കുടിക്കണം. പിന്നെ നീ ഞാൻ തരുന്ന പഴം തൊലി പൊളിച്ച് ആസ്വദിച്ച് കഴിക്കണം. എല്ലാം സാറിൻ്റെ ഇഷ്ടം പോലെ. സാറിപ്പോൾ ഞങ്ങളുടെ ദൈവമാണ്. അപ്പോഴേക്കും ശരത്ത് വന്നു. സാർ ഇതുവരെ ഒന്നും കഴിക്കാൻ തുടങ്ങിയില്ലേ? ഞാൻ കഴിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴേക്കും ശരത്ത് വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് സാറ് വന്നു. സാറെന്താ ശരത്തിൻ്റെ കൂടെ ലൊക്കേഷൻ കാണാൻ പോയില്ലേ? ഞാൻ പോയില്ല. എനിക്ക് കാണേണ്ട ലൊക്കേഷൻ ഇവിടെയല്ലേ ഉള്ളത്. ഇന്ന് ശരത്തിനെ ഞാൻ പറഞ്ഞു വിട്ടു. ഇന്ന് ഞാൻ എനിക്കിഷ്ടപ്പെട്ടത് കഴിക്കാനാണ് വന്നത്. അന്ന് നീ പറഞ്ഞില്ലേ, അതൊക്കെ എനിക്ക് ഇങ്ങ് താ. സാർ, എന്തൊക്കെയാണേലും ശരത്ത് വന്നാൽ പ്രശ്നമാവില്ലേ? ശരത്തൊന്നും വരില്ല. സാറ് കൊണ്ടുവന്ന പഴം ഗൗരിക്ക് കൊടുക്കുകയാണ്. സാറേ, എന്തൊരു വലിയ പഴമാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പോലും ഇത്രയില്ല. അപ്പോഴേക്കും ശരത്ത് വന്നു. ശരത്, നീ ഇന്ന് ലൊക്കേഷൻ കാണാൻ പോയില്ലേ? ഇല്ല സാറേ, ലൊക്കേഷൻ കാണാൻ പോയായിരുന്നെങ്കിൽ എനിക്കിത് കാണാൻ പറ്റുമായിരുന്നു. ശരത്, നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഞങ്ങൾ സിനിമ ചർച്ചയിലായിരുന്നു. ഇനി നിങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞിട്ട് സാറ് പോയിട്ടോ. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.